ഇതൊരു കപട രാഷ്ട്രീയമാണെന്നേ. ഈ കപട രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തറിയോ, ഞാൻ ജനങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നേതാവ് പഠിച്ച പണിമായിട്ട് എടുക്കുകയാണ്. എന്തിനാ മെയിൽ അയപ്പിക്കുന്നത്? ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണോ? ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ വി ഡി സതീശന് വേണ്ടി ഇറങ്ങുന്നത്. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത്. ഇത് ഉള്ള സാധനം ഇല്ല എന്ന് പറയുന്നത് ഏത് ലോജിക്കിൻ്റെ അർത്ഥത്തിലാണ്? അപ്പം എന്താണ് ചെയ്യാൻ കഴിയുക? AICC വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രം. അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അരാഷ്ട്രീയം എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു സംവിധാനം എന്ന് പറയുന്ന ആരാ? ആ സംവിധാനം എന്ന് പറയുന്നത് ആ നേതൃത്വമാണ്. ഒന്നിൽ ഈ നേതൃത്വ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെയല്ലേ സംവിധാനം ചെയ്യുക? AICCൻ്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൽ വിശ്വാസം എടുക്കണം. അല്ലെങ്കിൽ സോണിയാഗാന്ധിനെയും രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും വിശ്വാസം എടുക്കണം. ആ വിശ്വാസത്തിലെടുത്ത് ഇവർ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുള്ളൂ എന്ന് വിശ്വസിക്കണം. ഇവരെ വിശ്വസിക്കാതെ കേരളത്തിൽ മാത്രം കോൺഗ്രസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ നാഷണൽ ലീഡറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുതിർന്ന നേതാവാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പോസ്റ്റുകൾ. കാരണം രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മുഖ്യമന്ത്രിയായി. രമേശ് ചെന്നിത്തല മാത്രമേ മുഖ്യമന്ത്രിയാകത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ മമതാ ബാനർജി അടക്കമുള്ളവരൊക്കെ മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹത്തിനും ക്ലെയിമുണ്ട്. ഇതെല്ലാം നോക്കി അവർ ഉചിതമായ തീരുമാനമെടുക്കാൻ AICC വിട്ടുകൊടുക്കണ്ടേ? അതെന്തുകൊണ്ട് ഈ നേതാക്കന്മാർ ചെയ്യുന്നില്ല? അവരിൽ എന്തുകൊണ്ട് ലീഗിനെ വെച്ച് പ്രശ്നം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലീഗ് എന്ന് പറയുന്ന സ്ഥലം ലീഗ് ധർമ്മ സംഘടനയാണ് കേട്ടോ. ലീഗിന് ഒരു കാര്യം മിണ്ടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മിണ്ടിയാൽ അത് പ്രശ്നമാവും. ലീഗിന് എന്താണ്? ആ ലീഗ് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും പ്രശ്നമാവും എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് പെടാതെ നിൽക്കുന്ന PJ ജോസഫ് മാത്രമാണ് കേട്ടോ. PJ ജോസഫിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരും വലിയ ധർമ്മസങ്കടത്തിലാണ്. കാരണം അവരും ഈ 102 MLA ജയിച്ചു വന്ന UDFൻ്റെ 102 MLA ധർമ്മസങ്കടത്തിലാണ്. അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുക? ആരുടെ കൂടെ നിൽക്കും? കെ സി വേണുഗോപാലിനെ കൂടെ, വി ഡി സതീശൻ്റെ കൂടെ നിൽക്കണം, രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കണോ? മൂന്ന് പേര് അവർക്ക് ഒരുപോലെയാണ്. ഈ പറയുന്ന 102 മണ്ഡലങ്ങളിൽ 85 മണ്ഡലങ്ങളോളം കെ സി വേണുഗോപാൽ ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. 56 മണ്ഡലങ്ങളോളം വി ഡി സതീശൻ ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. ഏകദേശം 47-50 മണ്ഡലങ്ങളിൽ രമേശ് ചെന്നിത്തല ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. ഒരേ മണ്ഡലത്തിൽ 3 നേതാക്കന്മാർ വന്ന് പണിയെടുത്ത MLA ഇവരെന്താ ചെയ്യേണ്ടത്? അബ്ബാസ് അലി തങ്ങളും ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പോയി നിന്ന് വിജയിപ്പിച്ച മണ്ഡലങ്ങളുണ്ട്. അത് ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്ത് അങ്ങനെയാണ്. ഈ പറഞ്ഞ കളമശ്ശേരി അടക്കം കോൺഗ്രസ് പണിയെടുത്തുകൊണ്ട് ലീഗ് ജയിച്ച മണ്ഡലങ്ങളാണ് അല്ലേ? കോൺഗ്രസ് വിചാരിക്കുക ലീഗിനെ തോപ്പിച്ചളയാം എന്ന് കളമശ്ശേരി വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ തോറ്റേനെ. അപ്പോൾ ലീഗ് മാത്രം വിചാരിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നതെന്നും കോൺഗ്രസ് വിചാരിച്ചുകൊണ്ടതല്ല. സർക്കാരിനെതിരായ വികാരം UDFന് അനുകൂലമായി വന്നതുകൊണ്ട് 102 സീറ്റ് കിട്ടി. ഇത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇത് എൻ്റെ മാത്രം കഴിവാണ്, ഇത് ഞാൻ മാത്രം ചെയ്തതാണ് ശരി, ഞാൻ മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ.